ഇന്ന് മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഹോസ്റ്റലർ എന്ന പേരുള്ള ഒരു റിസോർട്ടിലായിരുന്നു. ഈ കാണുന്നത് ഈ റിസോർട്ടിൻ്റെ മുൻവശമാണ്. നല്ല അടിപൊളി കോടമഞ്ഞാണ് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ നിന്ന് രാവിലെ തന്നെ ഇറങ്ങണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എങ്കിലേ ഇനി കുറച്ച് കൂടുതൽ സ്പോട്ടുകൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മഞ്ഞും തണുപ്പും കാരണം രാവിലെ എണീക്കാനേ തോന്നൂല. പക്ഷേ എനിക്ക് രാവിലത്തെ ഈ മഞ്ഞൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അതൊരു പ്രത്യേക തന്നെ വൈബാണല്ലോ. ഞങ്ങളങ്ങനെ റെഡിയായി നേരെ പോയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ടായിരുന്നു. രാവിലെ പോയി കഴിഞ്ഞാൽ അവിടെ അധികം ക്യൂ നിൽക്കണ്ടല്ലോ. അവിടെ ഒരാൾക്ക് 200 രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ ചാർജ്. ഇന്നലെ നല്ല മഴ ആയിരുന്നതുകൊണ്ട് തന്നെ രാവിലെ 10 മണി കഴിഞ്ഞിട്ടും കോടമഞ്ഞ് മാറിയിട്ടില്ലായിരുന്നു. ഈ കാണുന്ന ബസ്സിൽ അങ്ങ് മുകളിൽ വരെ അവരെത്തിക്കും. ബസ്സിലെ യാത്ര നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവർമാരായിരുന്നു ഇവർ. ഒരു ബസ്സിന് പോകാനുള്ള വലിപ്പമേ ഈ റോഡിനൊക്കെ ഉള്ളൂ. അതിൽ കൂടി ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ബസ് വരുമ്പോൾ ഉള്ള അവസ്ഥ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ബസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരുടെ തന്നെ സ്റ്റോറിൽ നിന്ന് ഞങ്ങൾ നല്ല കളർഫുള്ളായ റെയിൻ കോട്ട് 120 രൂപ കൊടുത്ത് വാങ്ങി. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങോട്ട് ബസ് പോകൂല. വരയാടിങ്ങ് താഴെ വരെ വരുന്നത് കൊണ്ടായിരിക്കണം ബസ് അങ്ങോട്ട് പോകാത്തത്. രാവിലെ തന്നെ ഇവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഐസ് പോലെ തണുത്ത വെള്ളമായിരുന്നു വരുന്നത്. അങ്ങനെ നടന്ന് കടന്ന് ഞങ്ങൾ ഒരുവിധം മുകളിലെത്തിക്കഴിഞ്ഞ് 1 മണിക്കൂറോളം ഞങ്ങൾ വരയാടിന് വേണ്ടി കാത്തു നിന്നു. പിന്നെയാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. കോടമഞ്ഞ് ചതിച്ചു. മഞ്ഞ് കാരണം വരയാടൊന്നും താഴോട്ട് വന്നില്ല. ഇനിയും വെറുതെ സമയം കളയണ്ട എന്ന് വെച്ച് ഞങ്ങൾ നേരെ തിരിച്ചു നടന്നു. ഇനി നേരെ ടോപ്പ് സ്റ്റേഷൻ പോകണം. തിരിച്ചെത്തി ഞങ്ങൾ നേരെ ടോപ്പ് സ്റ്റേഷൻ കാണാൻ പോയി. പോകുന്ന വഴിക്ക് നല്ല ചോളം ചുട്ടതൊക്കെ വാങ്ങി കഴിച്ചു. ടോപ്പ് സ്റ്റേഷൻ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് കാണുന്ന മലയുടെ അപ്പുറം തമിഴ്നാടാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ടിക്കറ്റൊക്കെ തന്നത് തമിഴ്നാട് ആൾക്കാരാണ്. എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാൻ കിടുക്കൻ സ്ഥലമാണ്. ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വട്ടവടയിലേക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകാൻ വേണ്ടി നമുക്ക് 5 കിലോമീറ്റർ ഡെൻസ് ഫോറസ്റ്റിൽ കൂടെ ഡ്രൈവ് ഉണ്ടായിരുന്നു. പോകുന്ന വഴി ചെക്ക് പോസ്റ്റ് വെച്ച് അവർ പറയും ഫോറസ്റ്റിൽ വണ്ടി നിർത്താൻ പാടില്ലെന്നും 6 മണി കഴിഞ്ഞ് റോഡിൽ കൂടെ വണ്ടികൾ കയറ്റി വിടില്ലെന്നും. അങ്ങനെ വട്ടവടയിലെ ഹണി മ്യൂസിയം, സ്ട്രോബെറി ഫാമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.